ഇപ്പൊ അടുപ്പിച്ച് നമ്മള് ഹായ് അമ്മ അമ്മയ്ക്കൊപ്പം കൂടാ നീക്കാൻ വയ്യാട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ അമ്മേനെ നിർബന്ധമായിട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞതാ. അപ്പൊ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അമ്മ വീട് കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ. അപ്പൊ അമ്മേനെ കൂട്ടി പിന്നെ ഒരു ദിവസം പോവാ. പോവാൻ റെഡി. ഞങ്ങളെ ഈ വെഡിങ് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി കാണുന്നുണ്ടോന്നറിയില്ല. ഇതാട്ടോ ഇതേപോലത്തെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ആക്കിയ ഇതേപോലത്തെ ഫോട്ടോ ഒക്കെ നമ്മൾ സെറ്റാക്കി ഞങ്ങളും കണ്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് അവിടെ ചെന്ന് തുറക്കുമ്പോ കാണാം. അപ്പൊ നിങ്ങൾ പോവാൻ വേണ്ടി ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കും. ബഷീർ സജന അവരെ വീട്ടിലെ ചാത്തക്കാടില്ലേ, തിരുവാലി ചാത്തക്കാട്. അപ്പൊ അപ്പൂസും ഇല്ല അമ്മയില്ല. ഞങ്ങൾ സമയം കുറെ ഇട്ടിട്ട് നമുക്ക് ഓരോ പരിപാടിയും കാരണം നമുക്കൊരു മിനിറ്റ് ഒരു തുള്ളി സമയം ഫ്രീ ഇട്ടില്ല. അതുകൊണ്ടാണ്. ഇനി എന്താ മങ്ങളെ ചോദിച്ചെന്താ അറിയാ, അടുത്തല്ല ഒരു 6-7 ഉണ്ടല്ലേ. തറവാട്ടിക്ക് പോണ വഴി തന്നെയാണ് തിരുവാലി. കുഴപ്പമില്ല, ഈ ഒരു ദിവസം പോവാം. കൊറേ നടന്നു പോകുന്നുണ്ട് കല്യാണത്തിന്റെ ഒക്കെ മുൻപ്. പണിക്കില്ലേ? പണിക്കല്ലേ, നസീറിന്റെ വീട്ടിക്ക്. പണിക്കാതെ പണിക്കത്തില്ല, തണിക്കത്തില്ലൊന്നുമില്ല. ഉണ്ട് കേട്ടോ നമ്മളെ രണ്ടാളെ കല്യാണം കഴിഞ്ഞ മുന്നേ നമ്മൾ അവിടെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് പോയതാ. പിന്നെ ഇവിടെ വീട് കയറ്റി ഇങ്ങോട്ട് പോകണം. കൊറേ കാലം നമ്മളെ പാലക്കോടായിരുന്നു. ചെറുപ്പം തൊട്ട് പിന്നെ ഇവിടെയായി. ഇവിടെ വീടുണ്ട്, പിന്നെ വേറെ വീട് കയറ്റി ഇവിടെ താമസിക്കണം. പിന്നെ ഞങ്ങളങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കാണുമല്ലോ. അവിടെ ആകുമ്പോ പിന്നെ ഫുൾ ടൈം എന്ന് രാത്രി രാവിലെ ഒക്കെ ടൈം ഉണ്ടാവും. പഠിക്കുന്ന ഇങ്ങോട്ട് വരണ്ടേ. ഇപ്പൊ അടുപ്പിച്ച് നമ്മള് വല്ലാതെ വരുന്നുണ്ട് ഇങ്ങോട്ട്. 4ാമത്തെ പ്രാവശ്യം ഈ മാസത്തില് എനിക്ക് വണ്ടിയിൽ കയറിയാലേ വർത്താനം പറയാനും വല്ലാതെ ഇഷ്ടമല്ല. ബൈക്കുമ്പോഴാണെങ്കിൽ എത്ര ദൂരം ഏതിനെ പോയാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതില് കയറിയാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് വെറുതെ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ എവിടുന്നും പറയും. അത് ചിലപ്പോ പിന്നെ അത് സന്തോഷം എപ്പോഴും പറയട്ടെ. അങ്ങനെ നമുക്ക് വേണം വെച്ചാല് നടക്കുന്നൊക്കെ. പക്ഷെ അത് ഛർദിക്കാൻ വരുന്ന കാര്യം നമുക്ക് ആരോടത്തും പറയാൻ പറ്റൂല. അത് നമ്മളെ സ്വന്തം ഒരു കാര്യമാണല്ലോ അല്ലെ. എവിടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കാൻ പോവാണെങ്കിലും എന്നാലും ഉണ്ടാവും ഛർദിക്കാൻ വരുന്നുണ്ട്. സത്യമായിട്ട് കുറച്ച് ദൂരാണെങ്കിലും കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇതിനുള്ളത്തെ മണം ഒക്കെ പറ്റാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. നമ്മളെ കാത്തിക്കണുണ്ടാവുന്ന തോന്നുന്നത്. കാരണം അത്രയും നേരമായിട്ടുണ്ട്. വണ്ടൂര് രാവിലെ ജിമ്മിനൊരു പോക്ക്, പിന്നെ വണ്ടൂരൊരു പോക്ക്, ഇതെല്ലാം കഴിഞ്ഞ് വന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിർത്തി എഡിറ്റ് ചെയ്ത് അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ സ്റ്റോറി എടുക്കണം. ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ സമയം കിട്ടണില്ല. പിന്നെ വീട്ടിലെ അമ്മയ്ക്കുള്ള ചോറും കറിയെല്ലാം ആക്കി കൊടുത്ത് റെഡിയാക്കിയിട്ടാകുമ്പോ തന്നെ ആൾക്കാർ പറഞ്ഞു. ഒരാൾ പറഞ്ഞു സ്റ്റോറി രസമുണ്ട്, സ്റ്റോറി അടിപൊളിയാണ്. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിർത്തരുത് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് അമ്മേന്റെ കാലൊക്കെ ഒന്ന് റെഡിയുണ്ട്. വ്ളോഗ് അല്ലെങ്കിൽ നാളെ സ്ഥലം നാളെ പറ്റില്ല. പറ്റാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ റോള് ചെയ്യുന്നത്. അമ്മേന്റെ റോളുണ്ടോ ഒന്ന് അടിപൊളിയായിട്ട് വരണം. അപ്പൂസിനെ ഇറക്കണം, നമുക്ക് ഇറക്കണമെന്നുണ്ട്. അതിൽ നമുക്ക് സ്റ്റോറി 2-0 വ്ളോഗും രണ്ടിലും അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ പോവാം. പിന്നെ നമ്മള് സമയം സ്റ്റോറിന്റെ സമയം മാറ്റിയാണ് ഇതിൽ 2 മണിക്ക് വരുള്ളൂ സ്റ്റോറി ഉണ്ട്. ഈ രാത്രി ഇടുന്നില്ല. പിന്നെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും അങ്ങനെ വീഡിയോ കാണില്ല. ഇപ്പൊ കമ്മിയായി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റോറി എന്നുള്ള തീരുമാനം എടുത്തിട്ടോ. എന്നും ഇങ്ങനെ കണ്ടിട്ടേ എന്നും നമ്മളെ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ അത് മാത്രമേ കാണിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. ചില ആൾക്കാർ കുറെ ആൾക്കാർ പറയുന്നത് നിങ്ങളത് ബ്ലോഗ് തന്നെ ചെയ്യും. നോക്കട്ടെ ഇവിടെ എത്താനായിട്ടാ. Papa, aku tuh. Papa, muncul.
എന്തായാലും മൂന്നാൾക്ക് ഓരോന്ന് കൊടുത്തോ. ശരി, അപ്പൊ കണ്ടോട്ടോ. ഈ കുട്ടിക്ക് കൊടുക്കും. ഇങ്ങോട്ട് വലിയത്തങ്ങളൊക്കെ പുറത്തു വയ്ക്കണേ. ഇങ്ങോട്ട് അതിലെങ്ങനെ വാ. ആ കുട്ടികളെ മുറിക്കട്ടെ. ആ ചെക്കനവിടെ മോനോട് മുറിക്കാം. ചെക്കനോട് ചെറുതാക്കണം ചെറുതാക്കണം. ഇത് കഴിച്ചട്ടെ. അപ്പൊ അതിന് കേക്ക് മുറിച്ച ഇതിനെ ഫുള്ളെടുത്ത ഇതെടുത്തോ. ആ കൈ ആ കൈ മേലക്കൊക്കെ എന്നാ വാ എന്നാ വാ എന്നാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഒക്കെ മൂക്കി ചെറിയ കണ്ടാക്കി ചെറിയ കണ്ടായിക്കോ മാറട്ടെ. നിങ്ങക്ക് നോക്കണ്ട. വലിയ കുറവാട്ടിക്കാ സമ്മാനായിട്ടൊന്ന് ചിരിച്ചൂടെ വീഡിയോ ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോ വീഡിയോ സജ്ജ ആയില്ലേ ഞാൻ വാങ്ങട്ടെ. അങ്ങനെ വാങ്ങിയാ മതി. അത് കൊണ്ട ഞാൻ മാറ്റിട്ടുണ്ട്. ഇത് തുറക്കട്ടെ. അതാ കുട്ടിക്ക് കാണാൻ വേണ്ടിട്ടാണ്. അമ്മായി ഇരുന്ന അമ്മായി കൊറേ നേരം നിക്കണേ. അമ്മായി ഫസ്റ്റ് വന്നിട്ട് ആണ് പിന്നെ സാകല്ലേ മാണ്ട
ഇതൊക്കെ നല്ല കൊത്തല തിരഞ്ഞെടുത്തപ്പോ ബർത്ത്ഡേക്ക് പോകുന്നല്ലോ അപ്പൂസേ? ബർത്ത്ഡേക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ അപ്പൂന് ഇന്നാണ് ബർത്ത്ഡേ എന്ന് അറിഞ്ഞിട്ടില്ല. രാവിലത്തെ തിരക്കിലൊക്കെ വിളിച്ചിട്ടുണ്ട് പറയാന്. അപ്പൊ നമ്മള് ബർത്ത്ഡേ കഴിഞ്ഞ് വന്ന് ഇപ്പൊ നമ്മളെ പണികൾ ആരംഭിച്ചു. പറ്റൂല നമ്മുടെ കൃഷിയിടത്തിലെ പണി ഇനി പറിച്ചാലും എന്താ പറയാ, അവിടെ ചളി നമ്മള് വിത്തൊക്കെ വെള്ളത്തിലാവും. ചളി ഒട്ടിക്കണേ. അതല്ല ഇപ്പൊ കഴുകിയ വെള്ളത്തിലാവുന്നു വിത്ത്. നമ്മള് ഉണക്കമുളകിന്റെ അന്ന് എടുത്തച്ച വിത്താണ് കേട്ടോ അത്. അതിന്റെ കുരെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തു. നമ്മൾ പാവാന് നല്ലൊരു സ്ഥലം നമുക്ക് കാണാത്തോണ്ട് എന്താ പറയാ, ഈ ചെടീന്റെ ഇടയില് കുറച്ച് ഇങ്ങനത്തെ സ്ഥലല്ലേ അവിടെ വിടാന്ന് വിചാരിച്ചു. മണ്ണ് മുളക്കാക്ക്. മണ്ണ് അരിക്കാക്ക സ്ഥലം മതി, ഇവിടെ മുളച്ചോളും. എന്താ പറയാ, ആ ഭാഗത്തൊന്നും പറ്റൂല കേട്ടോ. കോഴികള് എല്ലാം നാശമൊക്കെ റെഡി ആയിട്ട് നിൽക്കണം. ഇവിടെയും കുറച്ച് സ്ഥലം ഞാൻ മണ്ണിങ്ങനെ ആക്കിയിട്ടുണ്ട്. മണ്ണാണല്ലേ എന്നിട്ട് മൂട് അത്രേ ഉള്ളൂ പണി. കഴിഞ്ഞോ? ഉണക്ക് ഈ കുരു എവിടെ ഇട്ടാലും മുളയ്ക്കും കേട്ടോ. ഇനി ഇത് ഈ മുളകിന്റെ കുരു എന്താ നമുക്ക് അറിയില്ല. അപ്പൂസേ ഞങ്ങൾക്കെന്താ പണി അറിയാം? നമുക്ക് രണ്ടാക്കും എന്താണ് പന്നികളെ നിറച്ച് കയറുകയാണ്. ഇപ്പൊ പറക്കില്ല നമുക്ക് എങ്ങനെ ആണ്? ഇനി 4 കാല് കുത്തണം അവിടെ കേട്ടോ. ഇനി കോഴിക്കളെ നിൽക്കാനൊക്കെ എന്താ ചെയ്യാ? ഇങ്ങോട്ട് കോഴികൾ വരില്ല. അതല്ലേ ഇപ്പൊ ഞാൻ ഈ സ്ഥലത്ത് കണ്ടുപിടിച്ചു. കുറച്ച് പച്ചക്കറി പിടിച്ചപ്പേ എല്ലാവർക്കും ഭയങ്കര ത്രില്ലായി. ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇനി ഇവിടെ ഒരു കലാത്തിയ വെക്കണം നമുക്ക്. നമ്മളെ കലാത്തിയ വലുതാവട്ടെ. ഈ മുളക് ഇവിടുന്ന് എടുക്കൂട്ടോ. അതിവിടെ പാവുള്ളൂ, വലുതായ പിരിക്കും. അപ്പൂസേ അവിടെ നിൽക്കല്ലോ പോയോ? 10 ചന്തക്കുണ്ട്. എന്നാണ് നമുക്ക് വെണ്ടയ്ക്കാൻ്റെ വിത്തുണ്ട് ഇവിടെ. ഇതേ മിഞ്ഞാന്ന് കഴിക്കാനുള്ള സ്ഥലം. പിന്നെ അതേമാതിരി ഇതെവിടെ വയ്ക്കുക? വെണ്ടയ്ക്കാൻ്റെ ഞാൻ മുകളിൽ എന്തെങ്കിലും പട്ട എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ടേ? തൈ പൊങ്ങി വരുമ്പോ ഓലപ്പൊടിന്റെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വളം പറഞ്ഞപ്പോ നല്ല വെറുതെ തൈയായിട്ട് 200 കൂരിട്ടുണ്ട് വന്നേലും ഉണ്ടായാൽ മതി അല്ലേ? ഉണ്ടാവേണ്ടതാണ്. അപ്പൊ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാകട്ടെ അല്ലേ? ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ പണി ആവട്ടെ കേട്ടോ. ഇതിൻ്റെ പണി ആവട്ടെ. പച്ചക്കറീൻ്റെ വെള്ളമാണ് പ്രശ്നം. ഇപ്പോഴൊക്കെ വെള്ളമുണ്ട്. കഴുകാൻ പറ്റൂല. ചുമരാകെ വൃത്തിയേടുണ്ട്. എന്താ ചെയ്യണാക്കണ്? 2 കമ്പി കഷ്ണാക്കണാണ്. ഈ കമ്പി കഷ്ണം എടുത്താണ്ട് ഇവിടെയൊക്കെ പാമ്പുക്കളുണ്ട്. ഇപ്പൊ 2 പാമ്പുകൾ കയറിയുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. അതിലെ പോലെ അതിലെ നടക്കല്ലേ പൂസേ? നടക്കല്ലേ അതില് പൂസ കഴിഞ്ഞില്ലേ നമ്മള്? ഇതല്ല ഇനി 4 ഭാഗം കെട്ടണം. സാധനം കെട്ടണം മൊത്തം. മനസ്സ് വീടിലുണ്ട്. അപ്പൂസെ കുഴങ്ങിടാ. കുഴങ്ങി നമ്മള് പണിക്ക് സമയം എത്ര പെട്ടെന്ന് നേരം. ഇപ്പൊ അല്ലെങ്കിലും ബാങ്ക് കൊടുക്കണം. കുറച്ച് നേരത്തെ അല്ലേ, 6 മണിയാകുമ്പോഴേക്കിന് പെട്ടെന്ന് ഇരുട്ടാവും. നമ്മളെ വടക്കണീന്റെ മധുരം പണിയൊക്കെ കഴിഞ്ഞിട്ടോ. സെറ്റായി. ഇനി കുറച്ച് കൃഷി അല്ല അതന്നെ അവിടെ ഇതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ, തൈകളൊക്കെ. ഇതിന്റെ ഉള്ളിൽ മൊത്തം വീട് പണിയും കഴിഞ്ഞു. വീട് പണി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റിങ്ങും കഴിഞ്ഞു. ഇപ്പൊ മതിലും പണിയായി. ഇപ്പൊ കാണാൻ തന്നെ സെറ്റായില്ലേ? നോക്കട്ടെ. അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കാനൊരു ഇരിപ്പിടോ എല്ലാം ആക്കിയിട്ടുണ്ട്. വിളിച്ചു. അപ്പൊ ഭയങ്കര രസമാണ്. ഇപ്പൊ അവിടേക്ക് പോവാന്
മാനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് രാത്രി പോയി. മറ്റേ രാത്രി കട ഇന്ന് 8:30 എന്തായാലും പോകും. മറ്റേ രാത്രി കട പോയിട്ടേ ഞങ്ങൾ വർത്താനം പറഞ്ഞു ഇരിക്കും. ഇപ്പൊ ഓർക്ക് തിരക്കായി, നമുക്ക് തിരക്കായി, അതുകൊണ്ടാണ് ഒന്നും നടക്കാത്ത. അപ്പൊ നാളെ കാണാം അല്ലേ? നാളെ കാണട്ടോ. ബാങ്ക് കൊടുത്തു. എല്ലാവർക്കും ബൈ.